വന്യമൃഗ ശല്യമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം അതായത് ഡിവിഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ DFIക്ക് പരാതി മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാകുന്നു. അത് ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും 2 ദിവസം മുന്നേ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും ഇവർ യാതൊരു നടപടി നമുക്ക് സ്വീകരിച്ചായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുരങ്ങിന്റെ ശല്യം, നിരവധി ശല്യം കൊണ്ട് ഞങ്ങൾ അറിയാലോ, ഞങ്ങൾ ആദിവാസികളാണ്. ഈ വന്യമൃഗങ്ങളോട് മറ്റു എല്ലാവരും ഒരുവിധം സമരസപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് പോലും ഈ ദുർഗതി വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇത് കൃത്യമായിട്ട് സംരക്ഷണത്തിന്റെ അതുകൊണ്ട് ഇതിന് മുമ്പ് കടുവകൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വയലിൽ കൂടെ പറമ്പിൽ കൂടെ ഒക്കെ പോലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത രീതിയിൽ അക്രമമാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ കടുവന്റെ എണ്ണം വളരെ ഞാൻ പറഞ്ഞ ആദിവാസികളാണ്, ഞങ്ങൾക്കറിയാം കടുവന്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് കാട്ടിൽ. അത് ഒരു കാണിൽ ഉൾക്കൊള്ളാവുന്ന വയനാട്ടിലെ ഈ ഒരു വനമേൽ ഉൾക്കൊള്ളാവുന്ന മേലൊക്കെ കടുവ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ അത് കൂടുതൽ വനപ്രദേശങ്ങളിൽ പിടിച്ചുകൊണ്ടുപോയിട്ട് മാറ്റണമെന്ന് ഞങ്ങളുടെ ആദിവാസി എന്നല്ലേ ഞങ്ങളുടെ എൻ്റെ അഭിപ്രായം. ഏതായാലും വിജയകുമാർ, ഇദ്ദേഹം ഈ കൊല്ലപ്പെട്ട രാധയുടെ ബന്ധു കൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നേരത്തെയും വനം വകുപ്പിന് മുന്നിൽ നൽകിയതാണ്. പക്ഷേ അപ്പോഴൊന്നും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്താൻ കാരണമെന്നാണ് നാട്ടുകാരുൾപ്പെടെ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനാൽ തന്നെ തങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി ലഭിക്കാതെ, കൃത്യമായ ഒരു ഉത്തരം ലഭിക്കാതെ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് നാട്ടുകാർ പറയുകയാണ്. ഇപ്പോഴും ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപത്ത് നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന്റെ മുന്നിൽ ആ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അത് ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുവദിക്കുന്നില്ല. അത് അനുവദിക്കണമെന്ന് നാട്ടുകാരോട് മന്ത്രി പറഞ്ഞു. പക്ഷേ മന്ത്രിക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വിശദീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെയും അവിടെ മന്ത്രി OR കേളുവിനെയും അവിടെ തടയുന്ന സാഹചര്യമുണ്ടായി. രോഷാകുലരാണ് ജനക്കൂട്ടം. കൃത്യമായ ഉറപ്പുകൾ, മറുപടി, തൃപ്തികരമായ വിശദീകരണം ലഭിക്കാതെ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കടുവയെ വെടിവെച്ചോ മയക്കുവെടി വെച്ചോ കൂടുവെച്ചോ അതിനെ പിടികൂടും എന്ന് വനമന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞു. കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നുകൂടി മന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ വിശദീകരിച്ചിരുന്നു.